എന്ത് പറ്റി? കരച്ചു ചേർത്തിട്ട് പറയണ. ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയപ്പോഴേ കാലഭൂതം വന്ന് എന്റെ കഴുത്തി പിടിച്ച്. എല്ലാ സ്വപ്നവും കണ്ടതായിരിക്കും. സ്വപ്നമല്ല, ഞാനേ ഇന്നലെ തണുപ്പായപ്പോഴേ പോയി കഥ പടച്ചില്ലേ, കഥ കുറ്റിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ മുഖത്ത് ചായയൊക്കെ തേച്ചിട്ട് ഒരാൾ വന്ന് എന്റെ കഴുത്തി പിടിച്ച്. നിന്നോട് ഞാൻ അന്നേരം പറഞ്ഞ പാചകത്തിലിരുന്ന് കാന്താരന്ന് കാണരുത്, ഇത് അതിന്റെ ആണ്. എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു നിനക്ക് എന്നോട് എന്തോ പറയാണ്ടെന്ന്. നീ പറ. നിങ്ങൾ എന്റെ കൂടെ നിൽക്കൂ. ഇത്ര ചുള്ളപ്പോ ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയതാണ്. നീ എന്തുണ്ടെങ്കിൽ പറയാൻ എന്റെ കൂടെ ഉണ്ട്, പറഞ്ഞോ. എങ്കിലേ ഞാൻ ഇന്നലെ ഒരു സംഭവം ചെയ്തു. ആദിത്യ ചൂടാവരം. ചേട്ടാ, സോളമൻ ചേട്ടാ, എടാ തെണ്ടി, നീ എന്താ കൊടുക്കാൻ വേണ്ടിയാണ് നാട്ടിൽ നീ പണ്ടാട്ടം കേൾക്കണത്? എന്റെ ദൈവമേ, എടാ നിനക്ക് അവനെ കുറിച്ച് അറിയാൻ പാടില്ല. ഇന്റർനാഷണൽ ആണ്, ഇന്റർനാഷണൽ. ദൈവമേ, 10-35 വയസ്സിനുള്ളിൽ ആരുടെയെങ്കിലും കൈകൊണ്ട് ചാവാനുള്ള എന്റെ വീട്. അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറ. അയ്യോ, മോനൊന്നും ചെയ്യണ്ട, എല്ലാം അവൻ ചെയ്തോളും. ആ ടൈം ട്രാവൽ തൊമ്മൻ. എടാ ടൈം ട്രാവൽ തൊമ്മൻ അവൻ്റെ ഇപ്പോഴത്തെ പേരാണ്. നേരത്തെ പേരെന്ന് പറയാം വെട്ടു തൊമ്മനായിരുന്നു, വെട്ടു തൊമ്മൻ. ഞാൻ ഇപ്പോഴും ഓർക്കുണ്ടാവും വടതല ജംഗ്ഷനിൽ പണ്ട് അവൻ്റെ കാറിൽ ആരോ ചാരി ഇരിക്കണമെന്നും പറഞ്ഞിട്ട് വെട്ടിയതാണ്. 12 വെട്ട്. കയ്യിലാണ്? കയ്യിലല്ല, ചന്തീര്. അങ്ങനത്തെ സൈക്കോണ് അവൻ. ഞാൻ പോവോ വീട്ടില്? കൂടെയൊക്കെയാന്ന് പറഞ്ഞത്? അയ്യോ, കൂടെ നിൽക്കുമല്ല, വെട്ടി കിടത്തല്ലേ. അല്ലെങ്കിൽ ഞാൻ ആലോചിക്കണത്, നീ കാണിച്ച കയറാൻ പറഞ്ഞ ഞാൻ എന്തിനാണ് വെറുതെ ചാകാൻ നിൽക്കണത്? ഞാൻ പോവാ നാട്ടിൽ. നിങ്ങൾ പൊക്കോ സോളമൻ ചേട്ടാ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മൂത്രപ്പുരയിലൊക്കെ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചേക്ക് വരും, വാണ് സോളമൻ. അത് വായിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പം നിങ്ങൾ നെഞ്ചും വിരിച്ചൊരു പോക്കുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആവേശം, നമ്മളെ ഊർജം. നിങ്ങൾ ഒരുപാട് മാറിപ്പോയി, സോളമൻ ചേട്ടാ. ഗിരീഷേ, നീ എന്നെ ഊക്കുവാണോ? എടാ മോനെ, എനിക്ക് നിന്നെ സഹായിക്കണം വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവൻ ഇപ്പം മനസ്സിലാക്കിയിട്ടുണ്ടാവും ആ സാധനം അവൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെന്ന്. അങ്ങനെ അവൻ മനസ്സിലാക്കിയ സ്ഥിതിക്ക് അവൻ ഉറപ്പായിട്ട് തപ്പി ഇറങ്ങും. തപ്പി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വാതിലെ ഒന്ന് മുട്ടും. ഞാൻ പോവാ. എന്നാ വാ, യുദ്ധമെങ്കിൽ യുദ്ധം. വല്ല ടൂൾസ് ഉണ്ടെങ്കിൽ എടുത്തോ. ഗിരീഷേ, പണ്ടാര പട്ടി അടിച്ചു വെച്ചേക്കണാറൊന്നും കാണാൻ പറ്റാനുള്ള. അതെ, ഒന്നും നോക്കണ്ട, വാൽ തുറക്കുന്നു, അറ്റാക്ക്. ഞാൻ എന്റെ ഫുൾ കത്രിക പൊട്ടിട്ടോ. എങ്ങനെയല്ലേ എടാ, നീ ഇങ്ങനെ കുലിക്കാറുടെ ശബ്ദം കേൾക്കൂടാ. പേടിച്ചു തൂറിയടാ, മീശം വെച്ച് നടക്കണ്ടല്ല. റെഡി, 1 2 3. ഈ തെണ്ടി എന്തോ ഞാനാണ്. എനിക്ക് ഇവിടെ ഒരു ബന്ധമില്ല. 10-15 കല്യാണം നടന്നത്. ആരാണിത്? നമ്മളന്ന് മഴയത്തെ ഉണ്ടില്ലേ, നോക്കിയിരിക്കണായിരുന്നു. എടി, എന്നെ മഴ മുഴുവൻ നനച്ചിട്ട് ഇറങ്ങി പോടി എന്റെ വീട്ടിൽ നിന്ന്. വെള്ളം കുടിക്കാനാണ് അവിടെ നിന്ന് ഇവിടെ വന്നത്. വേഗം വെള്ളം കൊടുത്തിട്ട് പറഞ്ഞു വിടാൻ നോക്കി. എനിക്ക് തോന്നുന്നു അവിടെ നമ്മളെ സ്കെച്ച് ചെയ്യാൻ വന്നേക്കണ. എടോ, ആ ടൈം ട്രാവലർ തോമനല്ലേ, അയാളെ പോലീസ് പിടിച്ച്. അയാൾ ഫ്രോഡാണ് അത്രേ. അയാളെ പ്രൊമോട്ട് ചെയ്ത എല്ലാവരെയും പോലീസ് തപ്പുന്നുണ്ട്. ആ ഫുട്ടേജസ് ഒക്കെ ഡിലീറ്റ് ചെയ്തേക്കണേ. വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? തനിക്കെന്ത് കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല, ഇതിന് കുഴപ്പമുണ്ടാകും. എടോ, ഞാൻ തന്നെ കണ്ടിട്ടുമില്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടുമില്ല. പിന്നെ
ആ മഴയുടെ ഡയലോഗ് കൊണ്ട് കണ്ടെത്താൻ വന്നാലേ ഇനി അവൻ്റെ ഒരു മഴ. ഗിരീഷേ, അയാളെ പോലീസ് വിളിച്ച സ്ഥിതിക്ക് ഈ സാധനം ഫ്രോഡ് ആവാനാണ് ചാൻസ്. അപ്പൊ എന്റെ കൊങ്ങയ്ക്കാ വന്ന് പിടിച്ചത്, തന്റെ അല്ല. അത് ശരിയാണല്ലോ. എന്നാ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. താൻ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ? പിന്നെ എന്ത് തേങ്ങ ഇറക്കാണോ താൻ ട്രൈ ചെയ്യാൻ പോകുന്നേ? എടാ, ഇത് റോങ് ആയിട്ട് അങ്ങനെ ഉപയോഗിച്ചാൽ ഭൂതം പൈസാരും എല്ലാം കൂടെ വന്ന് കൊല്ലും. പിന്നെ എന്ത് ചെയ്യാനാണ് ഇത് പ്ലാൻ? നമുക്ക് ആദിയുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം. അയ്യേ, അവനെന്ന് പറയാൻ അവൻ ഫ്രോഡാണ്. അല്ല, അവന് ഈ ഡാർക്ക് ഹണ്ടറൊക്കെ ചെയ്യുന്നില്ലേ, എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കൂല. ചോദിക്കണോ? ചോദിച്ചു നോക്കാം. എടാ ഗിരീഷ്, ഇവരൊന്നും പറയണോടാ. എടാ, എന്തെങ്കിലും ഒന്ന് പറയടാ. എനിക്കിത് മനസ്സിലാക്കാൻ സാധിച്ചത് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നാണ്. എടാ, ഇത് പണയാനാണ് ഇവിടെ ഇത്ര ബിൽഡപ്പെടുത്തത്. എന്തെങ്കിലും നുണ കിട്ടുമെന്ന് ആലോചിച്ചാണ്. നന്നായി. എടാ, ഇതൊന്ന് എന്താണ് സാധനം എന്ന് അറിയാൻ പാടാത്തോണ്ടാണ് നീ എന്തും ചെയ്തുക. എൻ്റെ പൊന്നിയേട്ടൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ എവിടെന്നെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് വായി തോന്നുന്ന വിളിച്ച് പറഞ്ഞാൽ കണ്ടന്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ നമ്മുടെ പഴയ ഒരു ആശാനുണ്ട്, പുള്ളി എടുത്ത് ചോദിക്കും. വേണമെങ്കിൽ പുള്ളിയൊന്ന് വിളിച്ചു തരാം. നീ ചോദിക്കുക. പിന്നെ ചോദിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ കയ്യിലില്ല. എവിടെന്നോ കേട്ടു, എന്താണ് സംഭവം ഇത്ര അറിഞ്ഞോ? അത് വിറ്റ എത്ര കിട്ടുമെന്ന് കൂടെ ഒന്ന് ചോദിച്ചു ചോദിക്കാം. വളരെ നന്നായിരിക്കും. ഓക്കെ ഓക്കെ, കോൾ ആശാൻ. അതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ടാ. അത് വെറുതെ നീ അങ്ങനെ ചോദിക്കുന്നത്.